ഹലോ എവ്രി വൺ, നമസ്കാരം. സൗമ്യസ് ആർട്ട് ഓഫ് കുക്കിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ചീര കൊണ്ടുള്ള റെസിപ്പിയാണ്. അതായത് നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചീര റെസിപ്പിയാണ്. അതായത് ചീര കടഞ്ഞത്. നമ്മുടെ നാടൻ സ്റ്റൈലിൽ ചിലപ്പോൾ നിങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടാവും ചീര കടഞ്ഞത്. അപ്പോൾ ഇന്നൊക്കെ എനിക്കൊരു തോട്ട് ഒരു നാടൻ റെസിപ്പി തന്നെ കാണിക്കാമെന്ന്. അപ്പോൾ അധികം ഓയിലൊന്നും ഇല്ലാണ്ട് അധികം പണികളും ഇല്ലാണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കേട്ടോ. പക്ഷെ ഞാൻ ഉണ്ടാക്കുന്നത് കുക്കറിലാണ്. എൻ്റെ അമ്മമ്മയൊക്കെ ഉണ്ടാക്കാനായിരിക്കുന്നത് ഞാൻ പാത്രത്തിൽ തന്നെയാണ് കേട്ടോ. പക്ഷെ ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് കുക്കറിലാണ്. കാരണം കടകോലൊക്കെ വെച്ചിട്ട് അമ്മമ്മ നന്നായിട്ട് കടയും. നമുക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എല്ലാവരുടെ വീട്ടിലും കടകോലുണ്ടാവില്ല. നമ്മൾ ഇപ്പോൾ ഒന്നും കടയാറും കൂടി ഇല്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അല്ലാണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചീര കടയിലാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ്: ഒരു കെട്ട് ചീര ഞാൻ മുറിച്ച് വെച്ചിരിക്കുന്നതാണ്. അത് ഏകദേശം ഇങ്ങനെയാണ് മുറിച്ചിരിക്കുന്നത്. ഇനി എന്തായാലും നമ്മൾ കുക്കറിൽ ഇട്ടിട്ട് വിസിൽ വെപ്പിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതങ്ങനെ ഒരുപാട് ചെറുതാക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ 2 തക്കാളി, 3 പച്ചമുളക്, 7 അല്ലി വെളുത്തുള്ളി, ഒരു സവോള അല്ലെങ്കിൽ ചെറിയ വെങ്കായം ഒരു പിടിയൊക്കെ എടുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണ. നമ്മൾ കറിവേപ്പിൻ്റെ ഇല ഇതിൽ യൂസ് ചെയ്യുന്നില്ല, കടുകും യൂസ് ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിപ്പോൾ കുക്കറിലേക്ക് ഈ ചീര ഇങ്ങനെ ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ ഓൾറെഡി കഴുകിയിട്ടാണ് മുറിച്ചിരിക്കുന്നത് കേട്ടോ. ഇതിലേക്ക് ചെറിയുള്ളി ഉണ്ടെങ്കിൽ ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു സവോളയാണ് ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു 7 അല്ലി വെളുത്തുള്ളി, അതുപോലെ പച്ചമുളക്. ഞാനിപ്പോൾ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തക്കാളി. ഇനി ഇതിലേക്ക് ഏകദേശം ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി. ഒരുപാട് വെള്ളം ഒഴിക്കണ്ട. എന്നിട്ട് കുക്കർ നന്നായിട്ടൊന്ന് അടച്ചു വയ്ക്കുക. എന്നിട്ട് ഗ്യാസ് കത്തിച്ചു കൊടുക്കുക. നമ്മളിനി ഏകദേശം 4 വിസിൽ വരുന്നവരെ നന്നായിട്ട് വേവിക്കുക. കാരണം നമുക്ക് വെന്ത് ഉടഞ്ഞ് കിട്ടണം. അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ കടകോലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ 1 വിസിലോ 2 വിസിലോ വെച്ചിട്ട് കടകോലുകൊണ്ട് നന്നായിട്ട് സ്മാഷ് ചെയ്താലും മതി. അല്ലാത്തവർ ഒരു 3-4 വിസിൽ വെക്കുക കേട്ടോ. ഇപ്പോൾ 4 വിസിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഓഫ് ചെയ്യണം കേട്ടോ. ഇതിൻ്റെ സ്റ്റീമൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കട്ടെ എന്താണ് അവസ്ഥ എന്ന്. ഇനി ഇത് നന്നായിട്ട് ഉടച്ചു കൊടുക്കണം. കയ്യിലുകൊണ്ട് നന്നായിട്ട് ഉടച്ചാൽ മതി. നമ്മളിപ്പോൾ കുക്കറിലല്ലേ വെച്ചത്, അതുകൊണ്ട് കയ്യിലുകൊണ്ട് ഉടച്ചാലും ഉടയും. നമ്മളിപ്പോൾ പാത്രത്തിലൊക്കെ ഉണ്ടാക്കണമെങ്കിൽ കയ്യിലുകൊണ്ട് ഉടച്ചാലും ഉടയില്ല. കടകോല് യൂസ് ചെയ്തിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഒരു കേസിൽ ഉടഞ്ഞു കിട്ടും. നന്നായിട്ട് ഉടച്ചെടുക്കുക. ഒരു 5-10 മിനിറ്റ് ടൈം കൺസ്യൂം ആവും, കുഴപ്പമില്ല. എത്ര ഉടയ്ക്കണോ അതനുസരിച്ച് അതിൻ്റെ ടേസ്റ്റ് കൂടും കേട്ടോ. പിന്നെ മിക്സിയിലിട്ടൊന്നും കറക്കരുത്. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വഴുവഴുപ്പൊക്കെ വരും. അങ്ങനെ ചെയ്യണ്ട. കയ്യിലുകൊണ്ട് തന്നെ ചെയ്താൽ മതി. അല്ലെങ്കിൽ കടകോലുകൊണ്ട് നന്നായിട്ട് കടിക്കുക. അങ്ങനെ ഏതെങ്കിലും 2-1 ചെയ്താൽ മതി. നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഈ വെളുത്തുള്ളിയും അതുപോലെ സവോളയോ അല്ലെങ്കിൽ ചെറിയ ഉള്ളിയോ നമ്മൾ എന്താ ഇട്ടിരിക്കണേ അതുമൊക്കെ ചേർന്ന് ഇങ്ങനെ സ്മാഷായി വരുമ്പോണ്ടല്ലോ ഒരു പ്രത്യേക സ്വാദാണ് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു നാടൻ ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. പുളിപ്പും എരിവും എന്താ പറയുക ഉപ്പും ഒക്കെയുള്ള ഒരു ഉപ്പ് ഇൻ ദ സെൻസ് ആവശ്യത്തിന് ഉപ്പ് ഉള്ളൊരു നല്ല അടിപൊളി കിടിലൻ റെസിപ്പി. ഞാനിപ്പോൾ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ ഇങ്ങനെ ഉടച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഏകദേശം 1-2 ടേബിൾ സ്പൂൺ വരുന്ന രീതിയിൽ
എണ്ണ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഞാനതിൽ ഉപ്പ് മതിയോ നോക്കട്ടെ, പോരെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കണം. കുറച്ചും കൂടെ വേണം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പൊടി ഇത് ഭയങ്കര ഈസി ആയിട്ടുള്ള റെസിപ്പി ആണെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങൾ വിചാരിക്കുന്നതിന് അപ്പുറത്താണ് കേട്ടോ. ഇനി ഒന്നും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. സൂപ്പർ. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ നോക്കുക. ട്രൈ നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്ന പുതിയ പുതിയ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നാളൊരു പുതിയ റെസിപ്പിയുടെ നമുക്ക് വീണ്ടും കാണാം. അതിനു മുമ്പായിട്ട് ഞാനിതിൻ്റെ ക്ലോസ് ലുക്ക് കാണിച്ചു തരാം. അപ്പോൾ ബൈ ബൈ, ടേക്ക് കെയർ. ഇതാണ് ക്ലോസ് വ്യൂ.